അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്താൻ സഹായിച്ചതിന് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലേഖ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ നിള. അവൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസമാണ്. ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാര്യമെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ നിയോഗം വെച്ചത് അത് തന്നെയായിരുന്നു. കുറേ വർഷം കൊണ്ട് മദ്യപാനത്തിന് എൻ്റെ കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരികയും ഒരു 15 വർഷം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഭാഗമായി അമ്മ മാതാവും തിരുകുമാരനും അത് ഞങ്ങൾക്ക് മാറ്റി തന്നു. ഇവിടെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും അദ്ദേഹത്തിന് ദിവസവും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അത് പൂർണ്ണമായി ഒഴിവാക്കി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഒരു 10 വർഷം കൊണ്ട് തന്നെ വീട് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് 1 വർഷത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാൻ സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ വീട് വെക്കാൻ സാധിച്ചത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇവിടെ നിന്നുള്ള ഉപ്പ് ഞാൻ ഇടുമായിരുന്നു. വാർപ്പിൻ്റെ സമയത്തായാലും കട്ടള വെപ്പിൻ്റെ സമയത്തായാലും ഞാൻ അത് പ്രയോഗിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞങ്ങൾക്ക് സഞ്ചാരി മാതാവ് എന്ന നിലയിൽ തന്നെ അമ്മ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ച് തന്നു. കോൺട്രാക്റ്റ് ബേസിലാണ് അത് കൊടുത്തിരുന്നത്. എങ്കിലും ഞങ്ങൾ പെയിൻറ്റിൻ്റെ കളറോ ഒന്നും പറയില്ലായിരുന്നു. പുറത്തെ കളർ മാത്രം പറഞ്ഞു. പക്ഷേ കയറി വരുന്ന എൻട്രൻസിൽ സിറ്റൗട്ടിൽ തന്നെ അമ്മയുടെ ചാര നിറമാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതൊരു പള്ളിയുടെ രൂപമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീട് വെക്കാൻ സഹായിച്ചത്. അതിന് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വീട് വെച്ച് കഴിഞ്ഞിട്ടും നമ്മൾ പുതിയതായിട്ട് അവിടെ വീട് വെച്ചപ്പോൾ കിണർ ഉണ്ടാക്കി. പക്ഷേ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതായത് ആ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ കുളിച്ച് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളപ്പൊടി പോലെ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിൻ്റെ അകത്ത് ഇടുകയും കിണറിന് ചുറ്റും ഇടുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഒരാഴ്ച ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ വെള്ളം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പിന്നീട് ആ വെള്ളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു സ്മെല്ലും ഉണ്ടായില്ല. എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അതും ഞങ്ങൾക്ക് മാറ്റി തന്നു. പിന്നെ അടുത്തത് പറയേണ്ടത് വീട് വെച്ചെങ്കിലും ഗേറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. അപ്പം വീട്ടിൽ രാവിലെ ആരും കാണത്തില്ല. പക്ഷെ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ സിറ്റൗട്ട് മൊത്തം നായ്ക്കൾ കയറി അലങ്കോലപ്പെടുത്തിയിടും. നായ്ക്കളുടെ ബ്ലഡും രോമവും എന്നും ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് എന്നും പറയും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗേറ്റ് ഇടാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും മോളും കൂടെ വെളുപ്പിനെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗേറ്റ് ഇടാൻ പറ്റി. അതിനുശേഷം നായ്ക്കളുടെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നു. കോൺട്രാക്റ്റ് ബേസിൽ നമ്മൾ കൊടുക്കുമ്പോഴും ആ കോൺട്രാക്ടർ വന്ന് നമ്മുടെ അടുത്ത് ഓരോ ഘട്ടങ്ങളിലും പൈസ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ലോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ പ്രാവശ്യവും കൊടുക്കാൻ പൈസ കുറവായിരുന്നു. പക്ഷേ അതെവിടെ നിന്നാണെന്നറിയത്തില്ല. ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്ന ഡേറ്റിൽ തന്നെ നമുക്ക് കുറേശ്ശെ ആ പൈസ കൊടുക്കാൻ സഹായിച്ചു. അതൊക്കെ എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ മോളുടെ പഠിത്ത കാര്യം അവൾ തന്നെ പറയും. ആ പഠിത്ത കാര്യത്തിൽ അവൾക്ക് ഒത്തിരി സഹായം എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നു. പിന്നെ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ നമുക്കത് 3 വർഷം കൂടുമ്പോൾ അവിടുന്ന് ട്രാൻസ്ഫറായി പോകണം. അപ്പം
ആ, ഒരു അടുത്തൊരു വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ നൈറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് അവിടെ ഞാൻ ഇപ്പോൾ ഒരു 16 വർഷമായി സർവീസ് കയറിയിട്ട് ഇതുവരെ ചെറിയ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടില്ല, എല്ലായിടവും നൈറ്റ് ഉള്ളിടത്ത് തന്നെയാണ് ചെയ്തത്. അപ്പം മോള് 10ാം ക്ലാസ്സിലൂടെയാണ്, അപ്പോൾ എനിക്ക് ആ ചെറിയ ആശുപത്രി ജോലി ചെയ്യാൻ പറ്റുമോ മാതാവ് എന്ന് ചോദിച്ചതേ ഉള്ളൂ. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിസ്റ്റർ പ്രൊമോഷനായി ട്രാൻസ്ഫറായി പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്, നീ ഒരു റിക്വസ്റ്റ് കൊടുക്ക്, നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അതായത് സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ഫറിന് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ 2-3 മാസം എടുക്കും. പക്ഷേ ഞാൻ അന്ന് DMOയിൽ തന്നെ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമിട്ട് കുരിശ് വരച്ച് ഞാൻ ആ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് അന്നേ ദിവസം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്നപ്പോൾ നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുത്താലും നമ്മുടെ യൂണിയൻ്റെ സെക്രട്ടറിക്കൊക്കെ കത്ത് കൊടുക്കണം. അപ്പോൾ അവരെ കണ്ടു വേണം കത്ത് കൊടുക്കാൻ. പക്ഷേ ഞാൻ അന്ന് അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ വരുമ്പോൾ യൂണിയൻകാർ പിരിവിനായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി ഇത് മാതാവ്, അതായത് ഇത്രയും വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തെങ്കിലും യൂണിയൻകാർ നമ്മളെ തിരക്കിയൊന്നും വരാറില്ല, അവരല്ലാതെ ആരെങ്കിലും വന്ന് പിരിവ് നടത്തുകയോ ചെയ്യുന്ന. പക്ഷെ അന്ന് തന്നെ ഞാൻ വീണ്ടും ഒരു റിക്വസ്റ്റ് എഴുതി ഏരിയ സെക്രട്ടറിക്ക് കൊടുക്കാനായി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി അത് കൊടുത്തു. അതിൻ്റെ ഫലമായി 2 മാസം എടുക്കേണ്ട ട്രാൻസ്ഫർ ഒരാഴ്ചക്കകം റിക്വസ്റ്റ് ഓർഡർ വരികയും മ്യൂച്വലായിട്ട് എനിക്കും ആ സിസ്റ്ററിനെയും മ്യൂച്വലായിട്ട് കിട്ടുകയും ചെയ്തു. അതിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് നടന്നത്. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവ് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ അമ്മ മാതാവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാത്രമേ ഡ്യൂട്ടിക്ക് കയറാറുള്ളൂ. അതെൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ, എനിക്ക് അമ്മ മാതാവിനെയും തിരുകുമാരനെയും കുറിച്ച് മനസ്സിൽ ചിന്തിച്ചില്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് പോകത്തില്ല. അതൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം കുറേ പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു മണം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഞാനും മോളും കൂടെ ഇവിടെ വരുന്ന വഴിക്ക് ആദ്യമായിട്ടാണ് അഖണ്ഡ ജപമാല റാലിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ആലപ്പുഴ അടുക്കാറായപ്പോൾ ഒരു ആകാശത്തേക്ക് നോക്കിയപ്പോൾ മഴവില്ല് കാണപ്പെട്ടു. ഞാനും മോളും അത് കുറേ നേരം കണ്ടു. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാനും മോളും കൂടെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായെങ്കിൽ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ആകാശത്തിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു മിന്നൽ പോലെ, യഥാർത്ഥത്തിൽ മഴയോ ഒന്നും അന്നേരം ഇല്ലായിരുന്നു, ഒരു മിന്നൽ പോലെ കുറച്ച് നേരം ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ രണ്ടും കണ്ടതാണ് മിന്നലായിട്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ മാതാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുമാത്രമല്ല, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അതായത് ഞാനിങ്ങനെ വീടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്രയെന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ തെങ്ങിൻ തോപ്പുകളുമുള്ള ഒരു സ്ഥലമായിട്ടാണ്. പക്ഷേ ആ സ്വപ്നത്തിൽ ഞാൻ പൈസ ഇല്ലാതാണോ എന്തോ കുറേ ഭാഗമായപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കുന്നു ബസ്സിൽ നിന്ന്. അപ്പോൾ ഏതോ ഒരു അമ്മ വന്ന് എന്നെ പൈസ തന്ന് സഹായിക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് എന്നെ ഇവിടെ വരുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്നെയാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് ആദ്യമൊക്കെ എനിക്കറിയില്ലായിരുന്നു, ഒരു 3 മാസം കൂടുമ്പോൾ വന്ന് മാത്രമേ പത്രം വാങ്ങിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ മാസവും വന്ന് ഞാൻ പത്രം മേടിക്കാറുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴികളിലും വണ്ടി നിർത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ദിവസം ലീവ് എടുത്ത് തന്നെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞു. പിന്നെ കോളേജ് ക്യാമ്പസിലൊക്കെ പോയി ആ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തും ഞാൻ കൊടുക്കാറുണ്ട്. ആ പത്രം വിതരണം ചെയ്യുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഏതെങ്കിലും ഒരു വചനം എഴുതിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ
ഒരുപാട് വളരാൻ സഹായിച്ചു. സന്ധ്യാപ്രാർത്ഥനയിലും ഡെയിലി ബ്രെഡും എല്ലാ ദിവസവും ഞങ്ങൾ പങ്കുകാരാവും. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ തന്നെ കേട്ട് തീർക്കും. ചൊവ്വാഴ്ചകളിൽ കേൾക്കാൻ പറ്റിയില്ലേ, ആ വെള്ളിയാഴ്ചക്കകത്ത് തന്നെ ജപമാല എല്ലാ ദിവസവും ജപമാല ചെല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. ഇതൊന്നും നേരത്തെ അറിയത്തില്ലായിരുന്നു. ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അച്ഛൻ ഓരോ ധ്യാനത്തിലും പറയുന്ന ഓരോ വചനങ്ങൾ വെച്ചും ഇതൊക്കെ മനസ്സിലാവുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ കുറേ പ്രാവശ്യം വായിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻ്റ്, അങ്ങനെയുള്ള പാവപ്പെട്ട ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് കുറച്ച് പാവപ്പെട്ട രോഗികളാണെല്ലാം, അവർക്ക് എന്നെക്കൊണ്ടാവും വിധം സാലറി കിട്ടുമ്പോൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുഞ്ഞുണ്ട്. അത് മോളുടെ പ്രായമാണ്. ആ കുഞ്ഞിനെ എല്ലാ മാസവും ഞാൻ വിസിറ്റ് ചെയ്യും. എന്നെക്കൊണ്ടാവും വിധം സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ആദ്യം തന്നെ അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണ് അമ്മ മാതാവും ക്രിസ്തുവച്ചനും ഞങ്ങളെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ ഓരോരോ മത്സരങ്ങൾക്കും മറ്റും പോകുമ്പോൾ ഉടമ്പടി ഉപ്പും തൈലവും കാശുരൂപവും കൊണ്ടാണ് പോകാറുള്ളത്. ഞാൻ ക്യൂസ് മത്സരങ്ങൾക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ കലോത്സവങ്ങൾക്കും ശാസ്ത്രമേളകൾക്കും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം സ്കൂളിൽ നിന്ന് സെലക്ട് ആയിട്ട് പോകുമ്പോൾ ഞാൻ പോകുന്നിടത്ത് ഉപ്പ് ഞാൻ വിതറാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ തൈലം ഞാൻ തേച്ചിട്ടാണ് ഓരോ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിനകത്തെല്ലാം എന്നെ വിൻ ചെയ്യാനായിട്ട് എൻ്റെ അമ്മ മാതാവും യേശു അച്ഛനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരു 0 മെറിറ്റുള്ള ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു കാര്യവും പ്രോപ്പറായിട്ട് ചെയ്തു പോകാത്ത ഞാൻ ഒരിക്കൽ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനും പ്രാർത്ഥനയിലേക്ക് വന്നത്. ഞാൻ ഇന്ന് വരെയും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 9th പഠിക്കുന്ന സമയത്താണ് ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്ക്രൈബ് എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ 10th പഠിക്കുന്ന ആ ചേച്ചിയുടെ ചാപ്റ്റേഴ്സൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ എക്സാംസും ആ ചേച്ചിയുടെ എക്സാംസിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ ആ ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിൽ വിതറിയായിരുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്കതിനകത്ത് ഒരു ചോദ്യം പോലും അറിയത്തില്ലായിരുന്നു. എന്തുവാ എഴുതേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി ഏറ്റവും അവസാനം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവിടെ നിന്ന് ടീച്ചറിൻ്റെ കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്. ആ 3 പേരെയും ജസ്റ്റ് പാസ്സാക്കണേ മാതാവിന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. റിസൾട്ട് വന്നു. ആ ചേച്ചിക്ക് 5 A+ നൽകി അമ്മ മാതാവ് ആ ചേച്ചിയെയും സഹായിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ എനിക്ക് ധാരാളം രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ഉപ്പിൻ്റെയും തൈലത്തിൻ്റെയും സഹായം വഴി, തേനിൻ്റെയും സഹായം വഴി രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഭവങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും സഹായിക്കുമെന്നാണ്. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരണമെന്നും ഉടമ്പടി പത്രം വാങ്ങിക്കണമെന്നും ഇവിടെ പ്രാർത്ഥിക്കണമെന്നും വലിയ ആഗ്രഹമാണ്. അത് എനിക്ക് ഇനിയും നേടിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടവരല്ല. ഉടമ്പടി ജീവിതത്തിൽ കൃപാസനം അമ്മയുണ്ട് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ. ദൈവം തന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുലുങ്ങുകയില്ല, തകർന്നു പോവുകയില്ല. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ലേഖ എന്ന സഹോദരിയും മകൾ നിളയും നമ്മളോട് ഷെയർ ചെയ്തത്. 15 വർഷത്തോളവും മദ്യപാനത്തിലിരുന്ന ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. അക്രൈസ്തവ മക്കളാണ്. എല്ലാവർക്കും വിശ്വാസമാകണമെന്നില്ല. ഈ അമ്മയും മകളും വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 15 വർഷമുണ്ടായിരുന്ന മദ്യപാനമാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ
മദ്യപാനം എന്ന ദുശ്ശീലത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത്. പിന്നീട് അമ്മ തന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം. വഴിയും സ്ഥലവും ഒന്നും അറിയാതെ ആലപ്പുഴയിലേക്ക് അഖണ്ഡ ജപമാല റാലിക്ക് വരുമ്പോൾ മഴവില്ലിൻ്റെ രൂപത്തിൽ മക്കളെ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ, ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ആ മക്കൾ ഇവിടെ എത്തിയത് അഖണ്ഡ ജപമാല റാലിക്ക്. പിന്നീട് എപ്പോഴെങ്കിലും അമ്മ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അമ്മയുടെ സാന്നിധ്യം അമ്മ വെളിപ്പെടുത്തുകയാണ്. മിന്നൽ വെളിച്ചത്തിൽ കൂടെ പോലും ഈ മക്കൾ ഒരു മഴ പോലും ഇല്ലാത്ത ദിവസത്തിൽ ഒരു മിന്നൽ വെളിച്ചത്തിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യം, ആ കൂടെ വരവ്, ആ കൂടെയുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹം, ഉറപ്പ്, വാത്സല്യം, കാരുണ്യം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനം 55 പറഞ്ഞതുപോലെ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നാണ്. ഈ മക്കളും അതുപോലെ തന്നെയാണ്. ഭാരമായ കണ്ണീരോടെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നത്. പക്ഷെങ്കിൽ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചപ്പോഴോ അതെല്ലാം ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. തന്നെയുമല്ല ഇവരുടെ കാരുണ്യ പ്രവൃത്തികളെല്ലാം മറ്റുള്ളവരെ സ്നേഹിക്കുക, സെറിബ്രൽ പൾസിയായ ഒരു കുട്ടിയെ സഹായിക്കുകയും മറ്റുള്ളവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായ ഈ മകൾ ഹോസ്പിറ്റലിൽ പോയി മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാ കാര്യവും അന്ന് വന്നപ്പോഴത്തേന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലും അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും താങ്ങിക്കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ളത് ദൈവം കൈവിടില്ല എന്നാണ്. അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ്. കൃപാസനം പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും എല്ലാം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കൃപാസനം അമ്മയുടെ സംരക്ഷണയിൽ, മധ്യസ്ഥതയിൽ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലേഖയ്ക്കും മകൾ നിളയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.